ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഫംഗ്ഷനിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താണ് ഇങ്ങനത്തെ ഓർഗനൈസേഷൻ, NPOs അല്ലെങ്കിൽ NFPOs എന്നൊക്കെ പറയുന്നത് എന്താണ്, എന്ത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്? അപ്പോൾ നോർമലി ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞത് ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യും അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എല്ലാ ഓർഗനൈസേഷൻസും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രൈമറി ഒബ്ജക്റ്റീവിലല്ല റൺ ചെയ്യുന്നത്. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ, എന്താ പറയാ, പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ അവർ ചെയ്യുന്ന കാര്യം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുക, പ്രോഫിറ്റ് ഒന്നും നോക്കാതെ അവർ ചെയ്യുന്ന കാര്യം ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫോക്കസിൽ റൺ ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ലൈക്ക് ചാരിറ്റീസ്, ഗവൺമെന്റിന്റെ സർവീസ് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. ലൈക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. ഇവരൊക്കെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അവർ ആ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത്. ആ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സർവീസ് ഒരു ബെറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർ എന്ത് ഉദ്ദേശത്തോട് കൂടിയിട്ടാണോ അവരിത് ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ചാരിറ്റി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണോ അവർ ഫോം ചെയ്ത സമയത്ത് ഉദ്ദേശിക്കുന്നത് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പൊ അതർ ദാൻ പ്രോഫിറ്റ് ഒബ്ജക്റ്റീവ് ആയിരിക്കും. എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? അതർ ദാൻ പ്രോഫിറ്റ് ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. അതർ ദാൻ പ്രോഫിറ്റ് ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നോർമലി ഒരു കമ്പനിയുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ വെൽത്ത് എത്രത്തോളം മാക്സിമൈസ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ വെൽത്ത് മാക്സിമൈസേഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ ലാഭമൊന്നും ആയിരിക്കില്ല. പല NFPOസും നഷ്ടത്തിലായിരിക്കും. ഓക്കെ, ഇവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് എന്താ, നോൺ ഫിനാൻഷ്യലി ആണ്, അല്ലെങ്കിൽ പൈസ പൈസ തന്നിട്ടായിരിക്കില്ല ഇവരുടെ സർവീസ് കൊടുക്കുന്നത്. അപ്പൊ ഇവര് ലാഭമൊന്നും ഉണ്ടാക്കുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇവരുടെ പെർഫോമൻസ് നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് എത്ര ഉണ്ടാക്കി എന്നുള്ളത് നോക്കിയിട്ട് മെഷർ ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ എന്താണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, അവരുടെ കുറച്ച് എക്സാമ്പിൾസ്, ഓക്കെ, ഇനി അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങൾ, എനിക്ക് അതിന്റെ സൊല്യൂഷൻസ് ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. എനിക്ക് അതൊക്കെയാണ് ഇതിൽ ബേസിക്കലി പഠിക്കേണ്ടത്. ഓക്കെ, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മാത്രം ഉണ്ടായാൽ മതി കേട്ടോ ഈ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ആദ്യം ഇവരുടെ ഒബ്ജക്റ്റീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അതർ ദാൻ പ്രോഫിറ്റ് ഒബ്ജക്റ്റീവ് ആയിരിക്കും. NFPOസിന് കുറച്ച് എക്സാമ്പിൾ ആണ് ചാരിറ്റീസ്, പബ്ലിക് സെക്ടർ, അങ്ങനെയൊക്കെ. ദേ ആർ നോട്ട് ഫോക്കസിങ് ഓൺ പ്രോഫിറ്റ്, അതർ ദാൻ പ്രോഫിറ്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇവർക്കും ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഓക്കെ, പല പല ആളുകളെയും ഇവർക്ക് സെറ്റാക്കി കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ ഒരുപാട് കോൺഫ്ലിക്റ്റിംഗ് ഉണ്ടാകും. ഈ പല സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും നീഡ് പലതായിരിക്കും. അപ്പൊ അതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ഇവർക്ക് പ്രശ്നം തന്നെയാണ്. ഞാനൊരു യൂണിവേഴ്സിറ്റി, ഒരു ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി, ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് കമ്പനിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾ? സ്റ്റുഡൻസ്, അവിടുത്തെ സ്റ്റുഡൻസ്. ഗവൺമെന്റ് ആയിരിക്കും ഈ യൂണിവേഴ്സിറ്റിനെ ഓൺ ചെയ്ത് റൺ ചെയ്യുന്നത്. ചിലപ്പോൾ ഫ്രീ ആയിട്ടായിരിക്കും എന്ത് കൊടുക്കുന്നത്, ഈ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇവരൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ സ്റ്റുഡൻസ് അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഗവൺമെന്റ്, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയേഴ്സ്, ഇവരൊക്കെ തമ്മിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും. ഓക്കെ, സ്റ്റുഡൻസിനൊക്കെ എന്താണ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് വേണ്ടത്, ഏറ്റവും ഹയസ്റ്റ് ഫെസിലിറ്റി ഒക്കെ വേണം എന്നൊക്കെ പറയും. ഓക്കെ, ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഗവൺമെന്റ് ആയിരിക്കും ഇത് നടത്തുന്നത്. അവർക്ക് കോസ്റ്റ് കുറയ്ക്കണം ഇൻ ദ സെൻസ്, ആ ഒരു യൂണിവേഴ്സിറ്റി റൺ ചെയ്തിട്ട് ഒരുപാട് റവന്യൂ ഒന്നും നേടുന്നുണ്ടാവില്ല. ഓക്കെ, ഗവൺമെന്റിന്റെ ആ ഒരു ഫ്രീ സർവീസ് ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ഒബ്ജക്റ്റീവിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് കൂടാനും പാടില്ല, കോസ്റ്റ് കുറയ്ക്കണം. അപ്പോൾ ഒരു മിനിമം ക്വാളിറ്റി ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ സ്റ്റുഡൻസ് റിക്വയർ ചെയ്യുന്ന ഹൈ ക്വാളിറ്റി, ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന മിനിമം ക്വാളിറ്റി എന്നൊക്കെ പറയുന്ന കോൺഫ്ലിക്ട്സ് ഉണ്ടാകും. ഇപ്പൊ എംപ്ലോയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സ്. അപ്പൊ അവിടുത്തെ എംപ്ലോയേഴ്സ് പറയുമ്പോൾ ആ ടീച്ചേഴ്സിന് സ്കിൽഡ് ഗ്രാജുവേറ്റ്സിന് വേണം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് ചൂസ് ചെയ്യൂല എന്നുള്ളതൊക്കെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ അവരുടെ ഗോൾസ്, ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, പല രീതിയിൽ വരാം. ഇപ്പൊ ഇതൊരു യൂണിവേഴ്സിറ്റിന്റെ കേസിലാണ്, ഇത് മാറിയിട്ട് ഒരു ചാരിറ്റി ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ വേറെ രീതിയിലായിരിക്കും വരുന്നത്. അപ്പൊ ഇതാ പറയുന്നത്, ഈ ഗോളുകളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത് ഹാർഡായിരിക്കും. ഓക്കെ, ഇനി അടുത്ത് പറയേണ്ടത്
ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യണം നമ്മൾ. ഇങ്ങനത്തെ ഈ കോൺഫ്ലിക്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഏത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വി നീഡ് ടു പ്രയോറിറ്റൈസ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ദെയർ ഒബ്ജക്റ്റീവ്. അവരുടെ ഒബ്ജക്റ്റീവ് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എന്നിട്ട് അവരുടെ നീഡ് എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പോവാണ്. ഏതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എടുത്താലും അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യാനൊക്കെ, ഓക്കെ, പെർഫോമൻസ് മെഷർമെന്റ് ടൂൾ, ഒരു പെർഫോമൻസ് മെഷർമെന്റ് ടൂൾ ആണ് ഈ വാല്യൂ ഫോർ മണി, VFM എന്ന് പറയുന്നത്. വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്ക് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ഇതെന്താണ്, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ വാല്യൂ ഫോർ മണി. ഇപ്പൊ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ മെയിൻ എയിം എന്താ, അവരുടെ ബെനിഫിറ്റ് വേഴ്സസ് കോസ്റ്റ് മാക്സിമൈസ് ചെയ്യുക. ബെനിഫിറ്റ്, ഓക്കെ, അവരെന്താണോ ചെലവാക്കുന്നത്, ഓക്കെ, അവരെന്ത് ചെലവാക്കുന്നോ അതിന്റെ മാക്സിമം ബെനിഫിറ്റ് അവർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ഒബ്ജക്റ്റീവ്. വെറുതെ ചെലവുകൾ ഉണ്ടാവാൻ പാടില്ല. കാരണം അവരൊരു ചെലവ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്ന് കിട്ടുന്ന, അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ നോർമലി കമ്പനീസിൽ ഉണ്ടാകുന്ന പോലത്തെ റവന്യൂ എന്ന് പറയുന്ന ഫൈനാൻഷ്യൽ ബെനിഫിറ്റ്സ് ആയിരിക്കില്ല, വേറെ കുറെ ബെനിഫിറ്റ്സ് ആയിരിക്കും. അപ്പോൾ അവർ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ലോവർ കോസ്റ്റിൽ ചെയ്യാന്നുള്ളതാണ് അവരുടെ ഒരു ഒബ്ജക്റ്റീവ്. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അസസ് ചെയ്യുന്നത് നമ്മൾ, അതിന്റെ ആ ടോപ്പിക്കിന്റെ പേരാണ്, ഒരു ഫ്രെയിംവർക്കിന്റെ പേരാണ് വാല്യൂ ഫോർ മണി. അവർ സ്പെൻഡ് ചെയ്തതിൽ വാല്യൂ ഫോർ മണി, അവർ സ്പെൻഡ് ചെയ്ത ആ ഒരു പൈസക്ക് മാക്സിമം വാല്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 3 ആസ്പെക്ട് ഉണ്ട്: എക്കണോമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. 3 ആസ്പെക്ട് ആണുള്ളത്. VFM എന്ന് പറയുമ്പോൾ 3 E's എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, VFM പഠിക്കാൻ വേണ്ടി VFM അപ്രോച്ച് 3 E's ആണ്. ആ 3 E's എന്തൊക്കെയാ? എക്കണോമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. ഇത് 3 എന്താണെന്ന് നമുക്ക് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇതൊരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഇവരുടെ ഒരു വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവര് ഇൻപുട്ട് ഉണ്ട്. ഇൻപുട്ട് മീൻസ് ഇവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ NPOസിന്റെ ആക്ടിവിറ്റീസ് ഇല്ലേ, NPO അവരുടെ ആക്ടിവിറ്റീസ്, ഈ NPO ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനും റിസോഴ്സസ് വേണം. ബിസിനസ്സിലൊക്കെ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും ഒരുപാട് റിസോഴ്സസ് വേണം, പൈസ വേണം, ലേബർ വേണം, ഓക്കെ, ടൈം വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്കും വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ ആ കാര്യങ്ങളും ഇവരുടെ ആക്ടിവിറ്റീസ് നടക്കുള്ളൂ. ആ ആക്ടിവിറ്റീസിന്റെ റിസൾട്ടന്റ് ആയിട്ട് എന്തുണ്ടാകും, ഔട്ട്പുട്ട് ഉണ്ടാകും. ഇവരുടെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു നോർമൽ കമ്പനി ആണെന്നുണ്ടെങ്കിൽ, നോർമൽ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും. അത് കസ്റ്റമേഴ്സിന് കൊടുക്കുക, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ ഒരു സർവീസ് ആണെങ്കിൽ ഒരു സർവീസ് കൊടുക്കുക, ആ സർവീസ് കസ്റ്റമേഴ്സിന് ചാർജ് ചെയ്യും, കസ്റ്റമേഴ്സിന് അടുത്ത് നമുക്ക് റവന്യൂ ഇൻകം കിട്ടും. പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ് വിറ്റാൽ ഇൻകം കിട്ടും. ഇവര് അങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കില്ല. ഇവര് ഇപ്പൊ ചാരിറ്റി ആണെന്നുണ്ടെങ്കിൽ അവരൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ഒരു നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ മെഷറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല. ഔട്ട്പുട്ട് ഉണ്ടാകും, ബട്ട് നോർമൽ ഓർഗനൈസേഷന്റെ ഔട്ട്പുട്ട് പോലെയല്ല. ഇവർക്ക് ഇൻപുട്ട് വേണം, ഇൻപുട്ട് റിസോഴ്സസ് ഉണ്ട്, ഇൻപുട്ട് റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്, അത് വെച്ചിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നോൺ ക്വാണ്ടിഫയബിൾ ആണ്, നോൺ മെഷറബിൾ ആണ്. അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ്, അങ്ങനത്തെ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഔട്ട്പുട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാ? നോൺ ക്വാണ്ടിഫയബിൾ ആണ്, നോൺ മെഷറബിൾ ആണ്. ഇങ്ങനത്തെ ഔട്ട്പുട്ട്സ് ആണ് ആരുടെ അടുത്ത്? ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അടുത്തുള്ളത്. ഇനി ഇവിടെ നമ്മൾ നമ്മുടെ VFM അപ്ലൈ ചെയ്യാൻ പോവാണ്. VFM എന്ന് പറയുമ്പോൾ ആദ്യത്തെ എക്കണോമി എന്ന് പറയുന്നില്ലേ, എക്കണോമി എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് ഈ ഇൻപുട്ട് റിസോഴ്സസിനെയാണ് നമ്മൾ നോക്കുന്നത്. ഈ ഇൻപുട്ട് റിസോഴ്സസ് നമുക്ക് കോസ്റ്റ് വരൂലേ, ഇൻപുട്ട് കോസ്റ്റ് വരൂലേ. ഈ ഇൻപുട്ട് കോസ്റ്റ് നീഡ് ടു ബി മിനിമം. ഇതാണ് എക്കണോമി പറയുന്നത്. എക്കണോമി എന്ന് പറയുന്ന ആസ്പെക്ട് എന്താ പറയുന്നത്? എക്കണോമി എന്ന് പറയുന്ന ആസ്പെക്ട് പറയുന്നത് ആ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നടന്നു പോകാൻ വേണ്ടിയിട്ടാവുന്ന ചെലവില്ലേ, ഇൻപുട്ട് കോസ്റ്റ്, ആ ഇൻപുട്ട് കോസ്റ്റ് മിനിമൈസ് ആവണം. നീഡ് ടു ബി മിനിമം അല്ലെങ്കിൽ നീഡ് ടു ബി മിനിമൈസ്ഡ്. നീഡ് ടു ബി
മിനിമൈസ്ഡ്. ഇതാണ് എക്കണോമി പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ട് ഒരുമിച്ച് പറയണം. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ട് ഒരുമിച്ച് പറയണം. എഫിഷ്യൻസി എന്ന് പറയുന്നത്, എഫിഷ്യൻസി ആസ്പെക്ട് പറയുന്നത് ഔട്ട്പുട്ട് റിലേറ്റീവ് ടു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ മതി. ഔട്ട്പുട്ട് റിലേറ്റീവ് ടു ഇൻപുട്ട്. ദാറ്റ് മീൻസ് നമ്മൾ ചെലവാക്കി, അത് ചെലവാക്കിയാൽ മാത്രം പോരല്ലോ, ആ ചെലവാക്കിയതിന് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവണ്ടേ. ആ ഔട്ട്പുട്ട് നമ്മൾ നോക്കുകയാണ്. ഇപ്പൊ എഫിഷ്യൻസി എന്താ നോക്കുന്നത്? ഔട്ട്പുട്ട് റിലേറ്റീവ് ടു ഇൻപുട്ട്. അപ്പൊ അവിടെ നമ്മൾ എന്താ നോക്കേണ്ടത്? മോർ ഔട്ട്പുട്ട് റിലേറ്റീവ് ടു ഇൻപുട്ട്. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. എക്കണോമിയിലെ നമ്മുടെ എയിം എന്താ? ഇൻപുട്ട് കോസ്റ്റ് മിനിമൈസ് ആവണം എന്നാണ് എക്കണോമിയിലെ നമ്മുടെ എയിം. എഫിഷ്യൻസിയിലെ നമ്മുടെ എയിം എന്താ? ഔട്ട്പുട്ട് റിലേറ്റീവ് ടു ഇൻപുട്ട് ആണ്. നമ്മൾ ഇൻപുട്ട് ചെയ്തതിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കി, മോർ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ, ബെസ്റ്റ് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. അപ്പോഴാണ് എഫിഷ്യന്റ് ആവാന്ന് പറയുന്നത്. വെറുതെ ഇൻപുട്ട് ഒരുപാട് നമ്മൾ ഇൻപുട്ട് കോസ്റ്റ് വരുത്തി അതിനൊന്നുള്ളൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല, അതിനൊന്നുള്ളൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് വാല്യൂ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ് മോശമാണ്. എപ്പോഴാണ് അവരുടെ പെർഫോമൻസ് അടിപൊളിയാവുന്നത്? എത്രയാണോ ഇൻപുട്ട്, ആ ഇൻപുട്ടിനെ റിലേറ്റീവ് മോർ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇവരുടെ വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ വർക്കേഴ്സിനൊക്കെ ചെലവുണ്ട്. ലേബേഴ്സിന് ഇവിടെ വർക്ക് ചെയ്യുന്ന, ഇപ്പൊ ചാരിറ്റി ആണെങ്കിൽ അവിടുത്തെ വോളണ്ടിയേഴ്സ്, അവർക്കൊക്കെ ചെറിയ കോസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ആ റിസോഴ്സിനൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയാണ് നോക്കുന്നത്. ഇപ്പൊ എന്താണ് എഫിഷ്യൻസിയിൽ പഠിക്കേണ്ടത്? ഔട്ട്പുട്ട് റിലേറ്റീവ് ടു ഇൻപുട്ട് എന്നാണ്. ഇനി എഫക്റ്റീവ്നെസ് നോക്കുന്നത്, എഫക്റ്റീവ്നെസ് നമ്മൾ നോക്കുന്നത് ഔട്ട്പുട്ടിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. നമുക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും അവർക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും അവർക്കൊരു ഒബ്ജക്റ്റീവ്, അവർ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എയിം ഉണ്ടായിരിക്കും. ഓക്കെ, അത് നേടാന്നുള്ളതാണ് നമ്മുടെ ഔട്ട്പുട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും നമ്മുടെ ഒബ്ജക്റ്റീവ് നേടാനാണ്. അപ്പൊ എന്ത് നോക്കും നമ്മള്? നമ്മുടെ ഔട്ട്പുട്ടും ഇതിപ്പോ നമ്മൾ പറയുന്നത് എഫക്റ്റീവ്നെസ്സിലാണ്. എഫക്റ്റീവ്നെസ്സിൽ നോക്കുമ്പോൾ ഔട്ട്പുട്ടും ഒബ്ജക്റ്റീവും നമ്മളൊന്ന് കമ്പയർ ചെയ്യും. നമ്മൾ ഒരുപാട് ഇൻപുട്ട് റിസോഴ്സ് വെച്ചിട്ട് ആക്ടിവിറ്റി ചെയ്തു, എന്നിട്ട് അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടായി, ഔട്ട്പുട്ട് ഉണ്ടായി. ആ ഔട്ട്പുട്ട് നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് ആണോ നോക്കും. ഔട്ട്പുട്ട് ഇസ് കമ്പയർഡ് വിത്ത് ഒബ്ജക്റ്റീവ്. ഔട്ട്പുട്ട് ഇസ് കമ്പയർഡ് വിത്ത് അവർ ഒബ്ജക്റ്റീവ്സ്. ഔട്ട്പുട്ട് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് നോക്കും? വെദർ the objectives are achieved എന്നുള്ളത് നോക്കും. വെദർ ഒബ്ജക്റ്റീവ് ആർ അച്ചീവ്ഡ് എന്നുള്ളത് നോക്കും. ഇതിനെയാണ് നമ്മൾ എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ എക്കണോമി എന്താണ്? ഇൻപുട്ടിനെ, ഓക്കെ, ഇൻപുട്ട് കോസ്റ്റുകളെ നോക്കിയിട്ട് നമ്മുടെ ഇൻപുട്ട് ചെലവുകളെയാണ് നമ്മൾ എവിടെ നോക്കുന്നത്? എക്കണോമിയിൽ നോക്കുന്നത്. കുറയണം എന്നാണ് എക്കണോമി പറയുന്നത്. എഫിഷ്യൻസി പറയുന്നത് ഔട്ട്പുട്ട്, അല്ലെങ്കിൽ നമുക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടില്ല, ആ ഔട്ട്പുട്ട് ഇൻപുട്ട് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് നോക്കും. ഔട്ട്പുട്ട് റിലേറ്റീവ് ടു ഇൻപുട്ട് നോക്കും. മോർ ഔട്ട്പുട്ട് ഉണ്ടാക്കണം എന്നാണ് എഫിഷ്യൻസി നമ്മൾ പറയുന്നത്. റിലേറ്റീവ് ടു ഇൻപുട്ട് മോർ ഔട്ട്പുട്ട് ഉണ്ടാവണം. എഫക്റ്റീവ്നെസ് നമ്മൾ നോക്കുന്നത് എന്താണ്? എഫക്റ്റീവ്നെസ് പറയുന്ന ആസ്പെക്ട് എന്താ നോക്കുന്നത്? ഔട്ട്പുട്ട് നമ്മൾ ഒബ്ജക്റ്റീവ്, നമ്മുടെ എയിം ആയിട്ട് കമ്പയർ ചെയ്തിട്ട് വെദർ ദ ഒബ്ജക്റ്റീവ്സ് ആർ അച്ചീവ്ഡ് ഓർ നോട്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഈ ഒരു 3 ആസ്പെക്റ്റിലാണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ നമ്മൾ നോക്കി കാണേണ്ടത് എന്നാണ് പറയുന്നത്. അല്ലാതെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ SOP എടുത്തിട്ട് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ല, പെർഫോമൻസ് മോശമാണെന്നൊന്നും കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല. അവരുടെ പെർഫോമൻസ് മെഷർമെന്റ് ഈ ഒരു ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എക്കണോമി എന്താണ്, എഫിഷ്യൻസി എന്താണ്, എഫക്റ്റീവ്നെസ് എന്താണ്, ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എക്കണോമി നമ്മൾ ഒന്ന് വായിച്ചു നോക്കൂ. എക്കണോമി എന്ന് പറയുന്നത് ഗെറ്റ് റിസോഴ്സസ് അറ്റ് ലോവസ്റ്റ് കോസ്റ്റ്. ഇത് ഇൻപുട്ട് കോസ്റ്റ് കുറയ്ക്കണം എന്നുള്ളതാണ് അവിടുത്തെ എയിം. ഇനി മാക്സിമൈസ് ദ ഔട്ട്പുട്ട് പെർ ഇൻപുട്ട് റേഷ്യോ. ഇൻപുട്ട് വെച്ച് ഇൻപുട്ടിന് അപേക്ഷിച്ച് ഔട്ട്പുട്ട് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് എഫിഷ്യൻസി. എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് മീറ്റ് ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് എഫക്റ്റീവ്നെസ് പറയുന്നത്. ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തോ, നമ്മുടെ ഔട്ട്പുട്ട് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തോ ഇല്ല എന്നുള്ളത്. ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റിയുടെ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ എക്കണോമി ആസ്പെക്ട് ഉണ്ട്, എഫിഷ്യൻസിന്റെ എഫക്റ്റീവ്നെസ് ഉണ്ട്. അപ്പൊ എൻ്റെ ഒരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു യൂണിവേഴ്സിറ്റിന്റെ കേസിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എക്കണോമിയിൽ പറയുമ്പോൾ
മിനിമൈസിങ് ദ കോസ്റ്റ് പെർ സ്റ്റുഡൻറ്. യൂണിവേഴ്സിറ്റിയിൽ ഓരോ സ്റ്റുഡൻറ്റിനും നമുക്ക് വരുന്ന ചിലവില്ലേ, ഓരോ സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കാനും നമുക്ക് വരുന്ന ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇക്കണോമിയിലെ നമ്മുടെ ഒരു എയിം. എഫിഷ്യൻസിയിലാണെങ്കിൽ മാക്സിമൈസിങ് സ്റ്റുഡൻറ് പെർ സ്റ്റാഫ് റേഷ്യോ. ഒരു സ്റ്റാഫ് സ്റ്റുഡൻറ് പെർ സ്റ്റാഫ്, ഓക്കെ, ഒരു ടീച്ചറെ വെച്ചിട്ട് എത്ര സ്റ്റുഡൻറ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മാക്സിമൈസ് ചെയ്യുക. അതായത് നമ്മുടെ സ്റ്റാഫാണ് നമ്മുടെ റിസോഴ്സ്. ആ സ്റ്റാഫിനെ വെച്ച് മാക്സിമം സ്റ്റുഡൻസിനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുകൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി അടിപൊളിയാണ്. നമ്മുടെ ഇൻപുട്ട് വെച്ച് എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, എത്ര സ്റ്റുഡൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതാണ് നമ്മൾ നോക്കും. എഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന നമ്മുടെ ഔട്ട്പുട്ട്, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, നല്ല ഡിഗ്രീസ് കൊടുക്കുക എന്നുള്ളതാണ്. സ്റ്റുഡൻസിന് നല്ല ഡിഗ്രീസ് കൊടുക്കുക എന്നുള്ളതാണ്, നല്ല ക്വാളിറ്റി ഡിഗ്രീസ് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനത്തെ ക്വാളിറ്റി ഓഫ് ഡിഗ്രീസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ പാസിംഗ് റിസൾട്ടുകൾ അവർ റാങ്ക്ഡ് നല്ല പൊസിഷനിൽ എത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഒബ്ജക്റ്റീവ്. അതൊക്കെ അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യുമ്പോൾ അതൊക്കെയാണ് ഏത് ആസ്പെക്റ്റിൽ വരിക, എഫിഷ്യൻസി ആസ്പെക്റ്റിൽ വരിക. ഇപ്പൊ വാല്യൂ ഫോർ മണിയിൽ നിങ്ങൾ 3 ഈസ് ആണെന്നും അതിന്റെ ഒരു ബേസിക് ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഓക്കെ, എങ്ങനെയാണ് കണക്ട് ചെയ്ത് പഠിക്കേണ്ടതെന്ന് അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ആ ഇക്കണോമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. കാറ്റഗറൈസ് ദ ഫോളോയിങ് വാല്യൂ ഫോർ മണി. നമ്മൾ വാല്യൂ ഫോർ മണി ആസ്പെക്ടിൽ 3 പറഞ്ഞിട്ടേ, എക്കണോമി, എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ്. അത് നമ്മളൊരു ഇന്റർനാഷണൽ ചാരിറ്റിക്ക് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എക്കണോമി ആണോ, എഫിഷ്യൻസി ആണോ, എഫക്റ്റീവ്നെസ് ആണോ എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, MCQ ഇതൊക്കെ ചോദിക്കാം. സർവീസ് ഡെലിവറി പെർ ഡോളർ സ്പെൻഡ്. ഓരോ ഡോളർ സ്പെൻഡ് ചെയ്തതിനും അവര് ഈ ഇന്റർനാഷണൽ ചാരിറ്റി ഓരോ പൈസ സ്പെൻഡ് ചെയ്യുന്നില്ലേ, ആ ഓരോ സ്പെൻഡ് ചെയ്ത പൈസയ്ക്കും എത്രത്തോളം സർവീസ് അവര് ഡെലിവർ ചെയ്തു എന്നുള്ളത്, ഒരു ഡോളർ സ്പെൻഡ് എത്രത്തോളം സർവീസ് ഡെലിവർ ചെയ്തു എന്നുള്ളത്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് റിലേറ്റീവ് ടു ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ട് റിലേറ്റീവ് ടു ഇൻപുട്ട് ആണ്. അവർ സ്പെൻഡ് ചെയ്തതിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. ദിസ് ഇസ് എഫിഷ്യൻസി. ഇത് എന്താണ് എഫിഷ്യൻസി? അവിടെ സ്പെൻഡ് ചെയ്തതിനെ മാത്രമല്ല നോക്കുന്നത്, സ്പെൻഡ് ചെയ്തതിൽ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് എഫിഷ്യൻസിയാണത് മെഷർ ചെയ്യുന്നത്. ഇനി ബെനിഫിഷ്യറി സാറ്റിസ്ഫാക്ഷൻ. ബെനിഫിഷ്യറി എന്ന് പറയുമ്പോൾ അവർ ആരുദ്ദേശിച്ചാണോ ചാരിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ബെനിഫിഷ്യറിന്റെ സാറ്റിസ്ഫാക്ഷൻ, എത്രത്തോളം അവർ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത്. ബെനിഫിഷ്യറി സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് അവർ അച്ചീവ് ചെയ്തോ ഇല്ലയോ, ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് എഫക്റ്റീവ്നെസ്. അതെന്താണ്? എഫക്റ്റീവ്നെസ് ആണ്. ഇനി കോസ്റ്റ് പെർ പ്രോജക്റ്റ് ആക്ടിവിറ്റി. അവർ ചെയ്യുന്ന കാര്യത്തിൽ എത്ര ചെലവ് വരുന്നുണ്ട്, ഇതെന്താണ്? ഇൻപുട്ട് കോസ്റ്റിനെ ഫോക്കസ് ചെയ്യാണ്. ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു എക്കണോമി. അപ്പൊ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ട് അത് ഏത് ആസ്പെക്റ്റിനോട് കണക്ട് ചെയ്യുന്നു എന്നുള്ളത് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോളജ് നിങ്ങൾക്ക് വേണം. ഓക്കെ, ചേഞ്ചസ് ഇൻ ബെനിഫിഷ്യറീസ് ലൈഫ്. നമ്മൾ ചാരിറ്റി ചെയ്തു കൊടുത്ത ബെനിഫിഷ്യറിയുടെ ആ ലൈഫ്, അവരുടെ ലിവിങ് കണ്ടീഷൻസിലുള്ള ചേഞ്ചസ്, ആ ചേഞ്ചസ് നമ്മൾ മെഷർ ചെയ്യാന്ന് പറയുമ്പോൾ എന്തിന്റെ ആസ്പെക്ട് ആണ്? നമ്മുടെ എഫക്റ്റീവ്നെസ് ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആ ഔട്ട്പുട്ട് അടിപൊളി ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ബെനിഫിഷ്യറീസിന്റെ ലൈഫ് നല്ല രീതിയിൽ ചേഞ്ച് ആവണം, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചേഞ്ച് ആവണം. അപ്പൊ അവിടെയും നമ്മൾ നോക്കുന്നത് എന്താണ്? എഫക്റ്റീവ്നെസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇനി കോസ്റ്റ് പെർ ബെനിഫിഷ്യറി. ഓരോ ബെനിഫിഷ്യറിക്ക് വരുന്ന കോസ്റ്റ്, നമ്മുടെ ഇൻപുട്ട് കോസ്റ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്താണത്? എക്കണോമി. എന്താ ഫോക്കസ് ചെയ്യുന്നത്? എക്കണോമിയാണ്. ഓക്കെ, യൂട്ടിലൈസേഷൻ ഓഫ് വോളണ്ടിയർ ഹവേഴ്സ്. നമ്മുടെ ചാരിറ്റിയിൽ വർക്ക് ചെയ്യുന്ന വോളണ്ടിയേഴ്സിന്റെ ഹവേഴ്സ് എത്രത്തോളം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ബെസ്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അവരുടെ ഹവേഴ്സ് യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ റിസോഴ്സിന്റെ യൂട്ടിലൈസേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ റിസോഴ്സിന്റെ യൂട്ടിലൈസേഷൻ ഒക്കെ എവിടെ വരും? നമ്മുടെ എഫിഷ്യൻസിയാണ്. നമ്മുടെ എഫിഷ്യൻസിയാണ് നമ്മൾ നോക്കുന്നത്. എഫിഷ്യൻസിയാണ്. ഇനി റിസോഴ്സ് കൺസംഷൻ ഇൻ ഓരോ പ്രോഗ്രാമിലും എത്രത്തോളം റിസോഴ്സ്, നമ്മൾ ഓരോ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ആ പ്രോഗ്രാംസിനൊക്കെ വേണ്ടി എത്രത്തോളം റിസോഴ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. റിസോഴ്സ് ലൈക്ക് എത്രത്തോളം വോളണ്ടിയേഴ്സിന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ചെലവാക്കുന്നുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങളില്ലേ, കോസ്റ്റുകൾ തന്നെ. ഇവിടെ നമ്മളെന്താ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് എത്ര ഇൻപുട്ട് കൊടുക്കുന്നു, ഇൻപുട്ട് റിലേറ്റീവ് ടു ഔട്ട്പുട്ട് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു പ്രോഗ്രാം ചെയ്യാൻ എത്രത്തോളം ഇൻപുട്ട് നമ്മൾ യൂസ് ചെയ്തു, ഇവിടെയൊക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് എഫിഷ്യൻസിയാണ്. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് എഫിഷ്യൻസിയാണ്. ഇനി പ്രൊക്യൂർമെന്റ് സേവിങ്സ്. പ്രൊക്യൂർമെന്റ് സേവിങ്സ് പറയുമ്പോൾ, പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പെർച്ചേസിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു വേർഡാണ് പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത്. ആ പ്രൊക്യൂർമെന്റിൽ എത്രത്തോളം സേവിങ്സ് നമ്മൾ ഉണ്ടാക്കി. നമ്മൾ ഓരോ കാര്യങ്ങളും പ്രൊക്യൂർ ചെയ്യൂലേ, ലേബേഴ്സിനെ പ്രൊക്യൂർ ചെയ്യുന്നു, മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് പ്രൊക്യൂർ ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പ്രൊക്യൂർ ചെയ്യില്ലേ, ആ പ്രൊക്യൂർ ചെയ്യുമ്പോൾ നമ്മൾ സേവിങ്സ് ഉണ്ടാക്കുന്നു, കോസ്റ്റ് സേവിങ്സ് ഉണ്ടാക്കുന്നു. നമ്മുടെ ഇൻപുട്ട് കോസ്റ്റ് സേവ് ചെയ്യാണ്. അപ്പൊ അത് ഇൻപുട്ട് കോസ്റ്റ് കുറയ്ക്കുന്ന ഒരു സംഭവമാണ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ അതൊക്കെ എന്തിനെ കണക്ട് ചെയ്യും?
എക്കണോമീനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ കേസിൽ നിങ്ങൾ എന്താണ് ഈ വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന ഫ്രെയിംവർക്ക് എന്താണെന്നും അത് ബേസ് ചെയ്തിട്ട് ആ 3 ഈസ് എന്ത് അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ ഏത് ആസ്പെക്ടിനെയാണ് കണക്ട് ചെയ്യുന്നത്, അവരുടെ ഒബ്ജക്റ്റീവ്സിന്റെ ഏത് ആസ്പെക്ടിനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. ഇതൊക്കെ ബേസിക് നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യുമ്പോഴുള്ള പ്രശ്നം. NPOs അവരുടെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുന്നത്? നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സിലുള്ള കോംപ്ലിക്കേഷൻ ആണ് പറയുന്നത്. അവരുടെ ഒബ്ജക്റ്റീവ്സിലുള്ള കോംപ്ലിക്കേഷൻ ആണ് പറയുന്നത്. അവർക്ക് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് മാത്രമല്ല, ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, വേരിയിങ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ റിലേറ്റ് ചെയ്തിട്ടും അവരെ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇതെല്ലാം മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതൊക്കെ കോൺഫ്ലിക്റ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതൊക്കെ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒബ്ജക്റ്റീവ് നോക്കുമ്പോൾ മറ്റേ ഒബ്ജക്റ്റീവിന് അത് നെഗറ്റീവ്ലി ബാധിക്കും. അങ്ങനെ കോൺഫ്ലിക്റ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും, കോൺഫ്ലിക്റ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അടുത്ത ഏറ്റവും പ്രശ്നമാണ് അവരുടെ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ ഹാർഡാണ്. ഓക്കെ, അവർ ചെയ്ത കാര്യത്തിന്റെ ഒരു ഔട്ട്പുട്ട് ഇല്ലേ, ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ്, റവന്യൂ എന്നൊക്കെ ഉള്ള രീതിയിൽ നോർമൽ കമ്പനീസിന്റെ ഔട്ട്പുട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന പോലെ മെഷർ ചെയ്യാൻ പറ്റില്ല. ദിസ് ഇസ് ഹാർഡ്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ അവിടെ എന്താ, നോൺ ക്വാണ്ടിഫയബിൾ ആണ്, നോൺ മെഷറബിൾ ആണ്. അപ്പൊ ആ ഔട്ട്പുട്ടിന്റെ മെഷർമെന്റ് എന്താണ്? ബുദ്ധിമുട്ടാണ്, ഹാർഡാണ്. ഇതൊക്കെയാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ നോക്കണം. എക്സ്പേർട്ട് ജഡ്ജ്മെന്റ്സ് എടുക്കണം, എക്സ്പേർട്സ് വരണം, എക്സ്പേർട്സിന്റെ ജഡ്ജ്മെന്റ്സ് എടുക്കണം. അത് ഇതായിരിക്കും, സബ്ജക്റ്റീവ് ആയിരിക്കും, ഓരോ ആൾക്കാർ ഓരോ രീതിയിൽ പറയും. അല്ലാതെ വെറുതെ പോയിട്ട് നോർമൽ കമ്പനീസിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്ന പോലെ മെഷർ ചെയ്യാൻ പറ്റില്ല. വാല്യൂ ഫോർ മണി നോക്കണം, ഓരോന്ന് നോക്കണം. നമ്മൾ ഇക്കണോമി ആസ്പെക്ട് നോക്കണം, എഫിഷ്യൻസി ആസ്പെക്ട് നോക്കണം, എല്ലാം നോക്കണം. ഇനി അവരുടെ റിസൾട്ടുകളൊക്കെ കമ്പയർ ചെയ്യണം. സിമിലർ ഓർഗനൈസേഷൻ ഒരു ചാരിറ്റി ആണെങ്കിൽ ആ ചാരിറ്റിയുടെ പെർഫോമൻസ് വേറൊരു ചാരിറ്റിയായിട്ട് കമ്പയർ ചെയ്യാം. പിയർ ടു പിയർ കമ്പാരിസൺ എന്ന് പറയുന്നത്, പിയർ ടു പിയർ കമ്പാരിസൺ എന്ന് പറയാം. വെറുതെ അവരുടെ റിസൾട്ട് മാത്രം നോക്കാതെ അവരുടെ പെർഫോമൻസും വേറൊരു ചാരിറ്റിയുടെ പെർഫോമൻസ് കമ്പയർ ചെയ്തിട്ട് ബെറ്റർ ആരാണോ, ഇവിടെ പെർഫോമൻസ് അടിപൊളിയാണോ മോശമാണോ എന്ന് നോക്കാം. കമ്പാരിസൺ എന്ന് പറയും, അത് നോക്കാം. ഇൻപുട്സ് മെഷർ ചെയ്യാം. ഇൻപുട്സ് മെഷർ ചെയ്യുമ്പോഴും അത് മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇൻപുട്സ് മെഷർ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ചാരിറ്റി അവർ ഇൻപുട്ട് കോസ്റ്റ് കൂടുതലുണ്ടാവും, വേറെ ചാരിറ്റിക്ക് ഇൻപുട്ട് കോസ്റ്റ് കുറവായിരിക്കും. എന്ന് വെച്ചിട്ട് ഇൻപുട്ട് കോസ്റ്റ് കൂടുതലുള്ള ചാരിറ്റിയുടെ പെർഫോമൻസ് മോശമാണെന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇൻപുട്ട് കോസ്റ്റ് കൂടുതലാണ്, ബട്ട് ആ ഇൻപുട്ട് കോസ്റ്റ് കൂടുതലായാലും അവർ ചെയ്ത ആ ഔട്ട്പുട്ടും അവർ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്തതൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഫസ്റ്റ് കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് NFPO ആയിരിക്കും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതാ പറയുന്നത്, ഇവരുടെ പെർഫോമൻസ് മെഷർമെന്റ് കുറച്ച് പ്രശ്നമാണ്. അപ്പൊ ആ പെർഫോമൻസ് മെഷർമെന്റ് നല്ല രീതിയിൽ ചെയ്യാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ബട്ട് എന്നാലും ഞാൻ പറയുന്നത് പെർഫോമൻസ് മെഷർമെന്റ് ബുദ്ധിമുട്ടാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇറ്റ് ഈസ് പോസിബിൾ ടു മെഷർ ഔട്ട്പുട്ട്സ് ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും. ഇവരുടെ ഔട്ട്പുട്ട്സ് മെഷർ ചെയ്യാൻ പറ്റും, കുറച്ച് ഹാർഡ് ആണെന്നേ ഉള്ളൂ. ആൻഡ് ഓൾസോ അവരുടെ പെർഫോമൻസ് മെഷർമെന്റും ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ആസ് എ ടോപ്പിക് ഇത്ര മാത്രമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ സ്റ്റഡി ഹബിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ജസ്റ്റ് ഇത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒരു കമ്പനിയുടെ സിനാരിയോ പറഞ്ഞിട്ട് ഒരു ലെവിസ്വില്ലെ ടൗണിലുള്ള ഒരു ബസ് സർവീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സിനാരിയോ വായിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ സിനാരിയോ വായിക്കാം. ഒരു ബസ് കമ്പനിയാണ് പറയുന്നത്. ആ ബസ് കമ്പനിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ തന്നെ അറിയാം, ഇങ്ങനെ വല്ലാണ്ട് എന്താണ്, ഇവര് റവന്യൂ കളക്ട് ചെയ്യുന്നുണ്ട്, ബട്ട് എന്നാലും ലാഭം ഫോക്കസ് ചെയ്തിട്ടല്ല ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കുറെ പറയുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്നിട്ട് റിക്വയർമെന്റ് നോക്കും. നമ്മളോട് അവരുടെ പെർഫോമൻസ് ഒന്ന് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, റേഷ്യോസ് ഒക്കെ വെച്ചിട്ട്. ഈ പെർഫോമൻസ് മെഷർമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്ക്, ഈ വാല്യൂ ഫോർ മണി ഇതുപോലെ നിങ്ങൾക്ക് PM-ലും വരുന്നുണ്ട്. ഈ PM-ലാണ് പെർഫോമൻസ് മെഷർമെന്റിലാണ് ഇത് ബേസ് ചെയ്തിട്ടുള്ള പെർഫോമൻസ് മെഷർമെന്റ് ആസ്പെക്ടും അത് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുള്ളത്. ബട്ട് FM-ലും ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രം അവിടെ പറയുന്നുണ്ട്, അത് അങ്ങനെ ചോദിക്കൊന്നുമില്ല. ബട്ട് എന്നാലും നിങ്ങൾ ഈ വാല്യൂ ഫോർ മണിയുടെ ആസ്പെക്ട് ഒക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതല്ലാതെ ഈ ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾക്ക് അറിയണ്ട. ജസ്റ്റ് ഞാനൊരു ചെറിയൊരു വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതങ്ങനെ വലിയൊരു സംഭവമായിട്ട് ഇതെന്തായാലും വരും എന്ന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കണ്ട. ജസ്റ്റ് എന്താണ് ഒരു ക്വസ്റ്റ്യൻ, ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നു മാത്രം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു VFM ഒക്കെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, സോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ.